പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയ വിജയം നേടുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പത്തനംതിട്ട നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന തലത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾക്ക് വലിയ അംഗീകാരമാണ് കിട്ടുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഈ നേട്ടങ്ങൾ വലിയ വിജയം സമ്മാനിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പത്തനംതിട്ട നഗരസഭയിലെ 28ാം വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വീണ ജോർജ്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വളരെ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിർത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച ജയം നേടും. ഇപ്പം നമ്മുടെ അനില ടീച്ചർ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു നിമിഷം പോലും രാപ്പകലില്ലാത്ത അധ്വാനം നടത്തിയിട്ടുണ്ട്. തുടർഭരണം എന്ന ലക്ഷ്യം മുൻനിർത്തി പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ ഇടതുമുന്നണി പത്തനംതിട്ട നഗരസഭയിൽ മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്വന്തം വാർഡിൽ കൈവരിച്ച നേട്ടങ്ങളുടെ പട്ടിക നിരത്തിയാണ് 28ാം വാർഡിലെ ഇടതു സ്ഥാനാർത്ഥി അനിൽ വോട്ടഭ്യർത്ഥിക്കുന്നത്. ഒരു റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആ രീതിയിൽ അവർക്ക് കുടിവെള്ളമാണ് ഒരു പ്രശ്നമായി പറഞ്ഞത്. ഞാനിപ്പോൾ പ്രതിദാനം ചെയ്തിരുന്ന വാർഡില് കുടിവെള്ളമായിരുന്നു പ്രശ്നം. ആ കുടിവെള്ള ക്ഷാമം പരിഹരിച്ച് അമൃത് കുടിവെള്ള പദ്ധതിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ പുതിയ വാർഡിൽ വന്നപ്പോഴും അതുതന്നെയാണ്. തീർച്ചയായും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെടുത്തു. സമസ്ത മേഖലകളിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിനായി പത്തനംതിട്ടയിലെത്തും. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.